ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തട്ടോ. മാഷാ അല്ലാ, ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. അപ്പോൾ എന്ത് പറയണു, ഒരുപാട് കൂട്ടുകാരായിട്ടോ എന്താ വീഡിയോസ് ഇടാത്ത, എന്ത് പറ്റി, എന്താണ് ഏതാണ് എന്നൊക്കെ കുഴപ്പങ്ങൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. പനിയാണ്, അവിടുന്ന് പോന്നപ്പോഴേ പനി ഉണ്ടായിരുന്നു, ജലദോഷവും കഫക്കെട്ടൊക്കെ. അപ്പോൾ കഫക്കെട്ടിൻ്റെ മരുന്ന് കുടിച്ചിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും 2 ദിവസമായിട്ട് കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒത്തിരി പേര് എന്തായി, ജോലി എന്താണ്, ക്യാൻസൽ ചെയ്തിട്ടാണ് പോകുന്നത്, എന്താ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ വിസിറ്റിങ്ങിനാണ് വന്നിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മാസത്തെ പുതുക്കാനാവും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിൽക്കണതിൽ എനിക്ക് പണി കുറവായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഒരെണ്ണം ശരിയായിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് പോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ദിവസം എപ്പോഴാണ് എന്താ ഏതാണെന്നൊന്നും അറിയൂല. പോകണം, തിരിച്ച് പോകണം. പിന്നെ എന്താണ് ഏതാണ്, നാട്ടിൽ തന്നെ നിന്നൂടെ മക്കളെ കൂടെ വന്നപ്പോൾ ഒരുപാട് ഹാപ്പിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെ കൂടെ ഹാപ്പി ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ പകുതി ജീവൻ തിരിച്ച് കിട്ടിയ പോലെയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഒരാളോട് മിണ്ടാനും പറയാനും ഒന്നുമില്ലാതെ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കണതിന് ഓരോരുത്തർ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഞാൻ അവിടെ വേറൊരുത്തൻ്റെ കൂടെ പോയത് വേറൊരുത്തൻ്റെ ഒപ്പം കിടക്കാനാണ്, ഇരിക്കാനാണ്. പടച്ചോനെ മാഷാ അല്ലാ, എന്തിനായിട്ടാണ് ഈ ജനങ്ങൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതായത് ഒരാൾ നേരായി കാണുന്നത്, അതല്ലെങ്കിൽ ഒരാൾ എങ്ങനെയെങ്കിലും കഴിച്ചിലാവുകയിരിക്കട്ടെ. ഇവരൊരാളും തന്നിട്ടും ഇരുന്നിട്ടൊന്നല്ലല്ലോ നമ്മൾ കഴിയണത്. അങ്ങനെയൊക്കെ ആയാലും എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയിക്കോട്ടെ, നമ്മൾ അവരെ കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടെ കാര്യങ്ങളുണ്ടല്ലോ വിചാരിച്ചു. പക്ഷെ മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും നോക്കിയിട്ട് നടക്കുക. മറ്റൊരാൾ ഓളിപ്പോൾ എവിടേക്ക് പോയി, ഓൾക്ക് ഇപ്പം എന്താ പണി, ഓൾക്ക് ആരുടെ കൂടെ ഓൾ പോയി. ഞാനിപ്പോൾ ആരെ കൂടെ പോയാലും, ഞാനിപ്പോൾ ആരെ കൂടെ നടന്നാലും ഇപ്പം ഈ പറയപ്പെട്ടവർക്കോ അതല്ലെങ്കിൽ ആർക്കും ഒരു നഷ്ടമോ കാര്യങ്ങളോ അല്ല. ഒരാളെ കെട്ടുമ്പോൾ ഇരിക്കുമ്പോഴാണ് ഓലിക്ക് ആ കെട്ടിയ ഓനിക്ക് അന്വേഷിക്കേണ്ടിയിരിക്കേണ്ടൊക്കെ കാര്യം. അല്ലാതെ ഞാനിപ്പോൾ ആരപ്പം പോയിരുന്നു എന്ന് അന്വേഷിക്കേണ്ടത് ഒരാൾക്കും അന്വേഷിക്കേണ്ട കാര്യമല്ല. പിന്നെയെന്ന് വെച്ചാൽ എന്താ, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിലൊക്കെ എന്നോ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ അവസാന നിമിഷത്തിലേക്ക് ഉച്ചക്ക് കാല് കിട്ടാൻ നേരത്തെ ഇനിയിപ്പോൾ അങ്ങനെ പോകണമെന്നില്ല കേട്ടോ. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ പറഞ്ഞിട്ടുള്ളൂ പോകുക. അത് പറയാനുള്ള തൻ്റെയോടൊക്കെ എന്തായാലും എനിക്കുണ്ട്. ആരെ ഒളിച്ചും പാത്തും ഇതായിട്ട് പോകുമൊന്നുമില്ല. പിന്നെന്താ പറയുക, കല്യാണം കഴിക്കണില്ലേ, കാനയത്തില്ലേ, കല്യാണം കാനയത്തൊക്കെ സമയമാകുമ്പോൾ പടച്ചോൻ്റെ യോഗം വിധിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കും. അതിനും എനിക്ക് പറയാനും, ഞാൻ ഒളിച്ചും പാത്തും പൂത്തി വെച്ചിട്ടും കല്യാണം കഴിക്കുമൊന്നുമില്ല നാട്ടിലെ. എല്ലാവരെയും അറിയിപ്പിച്ചിട്ട് തന്നെ കല്യാണം കഴിക്കുക. പിന്നെ അടുത്ത ചോദ്യങ്ങളെന്ന് വെച്ചാൽ പിന്നെന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എന്താ മക്കളെ കൂടെ നിന്നൂടെ, ഷോപ്പ് എന്താ ചെയ്തത്. ഷോപ്പ് എന്താ ചെയ്തതെന്നൊക്കെ അറിയുന്ന ആൾക്കാരാണ് കേട്ടോ ചോദിക്കുന്നത്. ഷോപ്പ് ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഷോപ്പിൽ ഞാനൊരു കുട്ടീനെ വെച്ചതായിരുന്നു. ആ കുട്ടിക്ക് ഞാൻ പോയി 1 മാസം കുഴപ്പമുണ്ടായിരുന്നു. പിറ്റത്തെ മാസം ഇതേപോലെ പനിയും കാര്യങ്ങളായിട്ട് അവൾ വരും തുറക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബിൽഡിംഗ് ഓണർ ഇപ്പോൾ അത് ഒഴിവാക്കി കൊടുക്കണം എന്നാണ് പറയണേ. ആളെ നിർത്താല്ല എന്നുണ്ടെച്ചെങ്കിൽ ഇപ്പോൾ അത് ഇതാക്കണം. അപ്പം അങ്ങനെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ പോയി നോക്കട്ടെ, പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്നിട്ട് ഷോപ്പ് ഇപ്പോൾ വേറെ എവിടേക്കെങ്കിലും വർക്കും കാര്യങ്ങളും വേറെയെന്ന് വെച്ചാൽ ഇവിടെ എവിടെ ഇട്ടിട്ടും കാര്യമില്ല എന്നുള്ളൊരു കണക്കൂട്ടലുണ്ട്. എന്താ വെച്ചാൽ മൊത്തത്തിലെല്ലാം കൊണ്ടും അവിടെ വന്നിട്ട് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായി. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ മൊത്തം ഡള്ളായിട്ട് തന്നെ കിടക്കണത്. ഈ ഒരു സീസൺ ഇല്ലാത്ത സമയം ആയതുകൊണ്ടാണോ അതോ മൊത്തം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടുന്ന് കഴിച്ചിലാകാൻ പറ്റാത്ത ഇതുകൾ തന്നെയാണ് ഓരോ. ഇപ്പോൾ നമ്മളെ ചെറുകിട ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ വലിയ ആൾക്കാർക്ക് വലിയതായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും, ചില ആൾക്കാർ അല്ലെങ്കിൽ ചില മുതലാളിമാരൊന്നും നമ്മളൊന്നും മുഖത്തേക്ക് നോക്കില്ല. അവർക്കൊക്കെ എത്രത്തോളം ഈ സാലറി സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടതും ബുദ്ധിമുട്ടും കാര്യങ്ങളും, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കളിയും ചീറിയും കാര്യങ്ങളൊന്നും അവരുടെ മുഖത്തില്ല. അപ്പോൾ അതൊക്കെ എത്രത്തോളം അവർ അങ്ങനെ ഇതായിട്ടുണ്ടാവും, ഡള്ളായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അവരൊക്കെ അങ്ങനെ ഇതായിട്ടുണ്ടാവുക.
പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ വേറെ ഇപ്പം എന്താ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ആ മക്കളെ കൂടെ നിൽക്കാൻ ഞാൻ പറഞ്ഞു എല്ലാവർക്കും പുതിന അവനാണ് മക്കളെ കൂടെ നിൽക്കുക തന്നെയാണ് ഏറ്റവും കൂടുതലും. എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ എനിക്കും തന്നെ അതുതന്നെയാണ് വേണ്ടത്. പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, കുറച്ച് കടവും കാര്യങ്ങളും ഈ വീട് വെച്ചതിൽ ലോണും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആരോ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് വെച്ചിരിക്കണ ലോൺ എടുത്തിട്ടാണോ എന്ന്. ഈ ലോൺ എടുക്കാതെ വീട് വെച്ചവരാരാണ് ഉള്ളതെന്നുണ്ടെച്ചെങ്കിൽ അത് ചിലപ്പോൾ അംബാനി ഉണ്ടാവും. പിന്നെ അതേപോലെ അത്രത്തോളം വേണ്ടപ്പെട്ട അല്ലെങ്കിൽ മുതലാളിമാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട് വെച്ചിട്ടുണ്ടാവും. നമ്മളെ ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോൺ എടുത്തിട്ടും അതല്ലെങ്കിൽ പണ്ടം പണയം വെച്ചിട്ടും പണ്ടം വിറ്റിട്ടും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ, കൂട്ടിയേ കൂടുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരുമിച്ചൊരു തുക കയ്യിൽ വന്നിട്ട് പിന്നെ ഇപ്പം അങ്ങനെ ഒരുമിച്ച് തുക വരും, അങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ പോകും, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരൊപ്പം നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓല് നമ്മളെ സഹായിച്ചാനും ഇരിക്കാനും ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അതില്ലാത്തടത്തോളം കാലം നമ്മളാരും സഹായിച്ചാനും ഇരിക്കാനൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പ്രത്യേകിച്ചിട്ട് തൻ്റെ ഓടം കുറച്ച് കൂടിയാൽ ഓലിക്ക് പിന്നെ ഓള് തൻ്റെടിയാണ്, അഹങ്കാരിയാണ്. അപ്പോൾ പിന്നെ ഓലെ തീരെ ആരും തിരിഞ്ഞു നോക്കൂല. അങ്ങനെയുണ്ട്. ചിലപ്പോൾ ഈ പാവം തോന്നിയിട്ട് അല്ലെങ്കിൽ പാവപ്പെട്ട് നിൽക്കണവർ പൂച്ചകൾ ഇങ്ങനെ മിണ്ടാണ്ടൊക്കെ നിൽക്കുമല്ലോ, അങ്ങനത്തെവരൊക്കെ സഹായിക്കാനും അങ്ങനത്തെവരൊക്കെ പിന്നാലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാളൊരു സഹായം ചെയ്യൂല. ചെയ്യാൻ വന്നാൽ തന്നെ അപ്പം അതിന് ഏത് വഴിക്കൊക്കെ വരുന്ന ആൾക്കാരാണ് എന്നുള്ളത് എനിക്കത് നോക്കാനും അറിയാം. അപ്പം അതിന് പിന്നെ മറുപടി കൊടുക്കുമ്പോൾ പിന്നെ ആരും എൻ്റെ അടുത്തേക്ക് വല്ലാതെ അണയൂല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ പാലക്കാടുള്ള ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഫിറോസ് കുന്നംപറമ്പിൻ്റെ പേരും പറഞ്ഞിട്ട് ചാരിറ്റി പിരിച്ചുണ്ടാക്കുക ഒരുക്കുക ചെയ്യുന്നുണ്ട്. പെണ്ണിന് ദിവസം വീഡിയോ കോളും ചെയ്യുക, അതേപോലെ വോയിസ് കോളും ഇതുകളൊക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോ കോൾ എടുക്കാതെയും ഓൻ വിചാരിച്ച കാര്യങ്ങൾക്ക് ഇവിടെ കിട്ടാതെയും വന്നോടുകൂടെ ഓൻ പറഞ്ഞ് ആ വോയിസിൽ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ യൂട്യൂബിൽ നിന്നും വേറെല്ലായിടത്തു നിന്നൊക്കെ വരുമാനം നല്ല ഇത് കിട്ടുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഞങ്ങൾ പറഞ്ഞേക്കൊന്നും വഴിപ്പെടാത്തത്. അപ്പോൾ നിങ്ങളെ ഇതുപോലെ ജീവിച്ചോളി. ഇങ്ങോട്ടിപ്പോൾ ഓൻ പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഓൻ്റെ ഈ ചാരിറ്റി അല്ലെങ്കിൽ ഓൻ ഫിറോസ് കുന്നംപറമ്പിൻ്റെ പേരിൽ പിരിക്കണുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കണ്ടിട്ടാണോ ഓളെ ഭർത്താവ് മരിച്ചത്, അതല്ലെങ്കിൽ അത് കണ്ടിട്ടാണോ ഓളോളെ മക്കളെ പോറ്റിണ്ടാക്കണത്? അപ്പോൾ എന്തിനായിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നിട്ട് 5 മക്കൾ, അതായത് 3 മക്കളെ നോക്കണ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ 5 മക്കൾ, എൻ്റെ മക്കളൊന്നും ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് വെള്ളം തോർന്നിട്ടുണ്ട്, അവളെ മക്കൾ അതിനും പോലും ആയിട്ടില്ല. അപ്പോൾ ആ 5 മക്കളെ ഉണ്ട് അവളെ എങ്ങനെയൊക്കെ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, അതിനൊരു നല്ലൊരു അഭിപ്രായം പറയാനോ അതല്ലെങ്കിൽ നല്ലൊരു കമൻ്റ് ഇടാനോ അതൊന്നല്ല ചെയ്യണത്. ഇവരൊക്കെ വിചാരം എന്താണെന്നോ, ഒരു മാപ്പിള അല്ല, അതല്ലെങ്കിൽ മാപ്പിള മരിച്ചു, അതല്ലെങ്കിൽ മാപ്പിള ഡിവേഴ്സായി, അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഒഴിവായി. അപ്പോൾ ഇവരൊക്കെ വിചാരം നമ്മൾ ഇതിനിറങ്ങി തിരിച്ച് നടക്കണവരാണ്, അതല്ലെങ്കിൽ നമ്മളെന്നോ വരുതിയൊക്കെ ഒന്ന് കിട്ടും, അതല്ലെങ്കിൽ വേറുള്ളതാണ്. ഈ ചെയ്യാൻ വരുന്നതോ അതാണ് ഏറ്റവും ഞാൻ പറഞ്ഞുതരാം, ഒരു 10, 28, 30 വയസ്സുള്ള ആളുകൾക്ക് അപ്പോൾ ഞാൻ ആൾ വന്നപ്പോൾ കട്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയിരുന്നത് മറ്റേ പെണ്ണിൻ്റെ അല്ലേ. അപ്പോൾ എന്തായാലും അവളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരാൾക്കൊന്നും കൊടുക്കാനും ഇരിക്കാനും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കുറ്റം പറയാനും അതല്ലാന്നുണ്ടെച്ചെങ്കിൽ ഒറ്റപ്പെടുത്താനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും കേട്ടോ. നമുക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനും അതല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനും ഇല്ല എന്നുണ്ടെച്ചെങ്കിലും അവരെങ്ങനെ ജീവിക്കണത് എന്നുണ്ടെച്ചെങ്കിൽ അവർ ജീവിച്ചോട്ടെ ഇരുന്നോട്ടെ എന്നൊന്നുമല്ല. ഈ 3-4-5 കുട്ടികളെ നോക്കണം എന്നുണ്ടെന്നുണ്ടെച്ചെങ്കിൽ ഒരുപാട് ത്യാഗം അതല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഇതും സഹിക്കേണ്ടി വരും കേട്ടോ. എനിക്കറിയാം ആ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ മക്കൾക്ക് ഒരു അരി ഭക്ഷണമോ അതല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ചോറോ വേറുള്ളതോ വെച്ചിട്ട് അതിക്കൊരു കൂട്ടാനും ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കേണ്ട മക്കളല്ല കേട്ടോ. അവർക്കിപ്പോൾ അതല്ലാണ്ട് കൊണ്ട് തിന്നേണ്ട സാധനങ്ങളായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരിക. അവർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ മാഷാഅല്ലാ ഞാൻ ആ കുട്ടിയുടെ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇതേപോലെ ആരോ അവളെ സബ്സ്ക്രൈബേഴ്സിൽ ആരോ ഒരാൾ ഒരു കുട്ടികൾക്ക്
ബിസ്ക്കറ്റും കാര്യങ്ങളും ഫ്രൂട്ട്സും നെക്സും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൊറിയർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ മക്കളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു 5 മക്കൾ കേട്ടോ. ആ 5 മക്കളെന്ന് എത്തി മക്കളാണ്. അപ്പോൾ ആ മക്കളെ നമുക്ക് എത്തി മക്കളെന്ന് പോലും പറയാൻ പറ്റൂല, അത്രക്കും ഇതിലാണ് ആ മക്കളെ കൊണ്ടു കിടക്കുന്നത്. അപ്പോൾ അവർക്ക് ആരെങ്കിലും ഒരു സഹായം കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ അത് ഒരുപാട് ഒരു എങ്ങനെ പറയേണ്ടതെന്ന് വെച്ചാൽ അറിയൂല കേട്ടോ. ആ മക്കളെ നമുക്കൊരിക്കലും ആ മക്കളെ മുഖത്ത് നോക്കിയിട്ട് പാപ്പല്ലാത്ത മക്കളാണ് അതല്ലെങ്കിൽ വേറുള്ളതാണ് നമുക്ക് പറയാൻ കഴിയൂല. അങ്ങനെ പൊന്നുപോലെയാണ് അവൾ ആ മക്കളെ നോക്കണത്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ പുറത്തിറങ്ങിയാൽ എന്തായാലും നമുക്ക് പല പേരുകളും കേൾക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്തിട്ട് അതല്ലെങ്കിൽ പോരാടിയിട്ട് കുറച്ച് നമുക്ക് നമ്മളെ ശരീരം വിൽക്കാത്തൊരിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൻ്റെ ഇടം വേണ്ടി വരും. ആ തൻ്റെ ഇടത്തോടെ നിൽക്കണവരൊക്കെ നമ്മൾ തൻ്റെ ഇടവും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ അഹങ്കാരികളാണ്, അതല്ലെങ്കിൽ നമുക്ക് തൻ്റെടികളാണ്, പല പേരുകളും നമുക്ക് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ പറയണവരെന്തോ പറഞ്ഞോട്ടെ, ഇവരാരും നമുക്ക് 1 ഉറുപ്പിയുടെ ഒരു സാധനം കൊടുന്നേരി അതല്ലെങ്കിൽ ഇത് എൻ്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുക, ഇതങ്ങനെ ചെയ്യ് ഇതിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങളൊന്നും നടത്തി തരുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ആരിനെ പടച്ച റബ്ബിനെ നമുക്ക് പേടിക്കണ്ടുള്ളൂ. ആ റബ്ബിൻ്റെ തീരുമാനമില്ലാതെ ഇപ്പം ഞാനായാലും അവളായാലും അതല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഒരുപാട് സ്ത്രീകൾ. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, ഇവരൊക്കെ ഒന്ന് പോയി നോക്കിയാൽ അല്ലെങ്കിൽ ഭർത്താവില്ലാതെ നിൽക്കുകയാണ് അതല്ലെങ്കിൽ വേറുള്ളതാണ്, ഒന്ന് നോക്കിയേക്കട്ടെ ഒന്ന് കിട്ടുമോ നോക്കട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നടക്കണ അതല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളെ ഈ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ജീവിച്ചാൻ വേണ്ടിയിട്ട് തച്ച കെട്ടിയിട്ട് ഇറങ്ങിയ ആൾക്കാരായിരിക്കും കേട്ടോ. ഒന്ന് ഞാൻ ഒന്നല്ലെങ്കിൽ അവള് അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ കുറ്റപ്പെടുത്തരുത്, ഒറ്റപ്പെടുത്തരുത്, അതേപോലെ തന്നെ അവരെ പച്ചക്ക് മാന്തി തിന്നാൻ ചെല്ലരുത് കേട്ടില്ലേ. നിങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ അത് എന്തായാലും അവളോട് ഇപ്പോൾ ആ കമൻ്റ് ഇതായതും അങ്ങനെ പറഞ്ഞു വന്നിരുന്നതായിരുന്നു. ഒരു 10-30 വയസ്സുള്ള ഒരു ചെക്കന്മാർക്ക് ഇങ്ങനെയുള്ള ഈ ഒരു കമൻ്റ് ഇടാനോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ പച്ചക്ക് കീറി തിന്നാനൊന്നും ആരും വരില്ല കേട്ടോ. ഈ ഒരു 30 വയസ്സ് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ടുള്ള ഒരുവിധമുള്ള ആളുകളാണ്, അതായത് ഒരു സൈസ് ഇടത്തരം കളവന്മാരെ അങ്ങനെ തന്നെ പറയുക, തന്തമാരെന്ന് പറയാം. ചിലപ്പോൾ നമ്മളെ വാപ്പാൻ്റെ പ്രായമുള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ കേട്ടോ. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ എൻ്റെ ഒരു നാട്ടുകാരെയും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എത്രയോ വർഷങ്ങളായി. ഞാൻ കണ്ട ഒരു ജനങ്ങളിൽ എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്. നമ്മളെ അതായത് ഇന്ത്യക്ക് ആ ഒരു ഏജ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് എത്ര ചെറുപ്പത്തിലുള്ള ആളുകൾ അങ്ങനത്തെ ആളുകളെ എത്തുന്നല്ല നമുക്ക് ഓരോ നെഗറ്റീവ് കമൻറ്റുകൾ അതല്ലെങ്കിൽ ഓരോന്നും നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. നമ്മളെക്കാട്ടിൽ നമ്മൾ കുറച്ച് ബഹുമാനത്തോടെ കാണുന്ന ആളുകളായിരിക്കും അവരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത വാക്കുകൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ പെണ്ണ് കെട്ടിയിട്ട് അല്ലെങ്കിൽ പെണ്ണ് കെട്ടിയിട്ട് അങ്ങനെ ഇതായി നടക്കുന്ന ആൾക്കാരെല്ലായിരിക്കും ഇപ്പം അങ്ങനെ ചോദിക്കുമായിരിക്കും. അതല്ലെങ്കിൽ അവളോട് ആ കാര്യങ്ങൾ അതൊക്കെ അവൾ തെളിവ് സഹിതം അവൾ ഫുള്ള് വോയിസ് റെക്കോർഡുകളായിട്ടാണ് കേട്ടോ അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം തൻ്റെയോടത്തോടെയാണ് അവളത് കൈകാര്യം ചെയ്തത് എന്നുള്ളത്. ഈ ആളുകളൊക്കെ ഒരു തരം ഇതിന് വേണ്ടിയിട്ട് ചെയ്യുക അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വീഡിയോ കോൾ ചെയ്യുക അതല്ലെങ്കിൽ വീഡിയോ കോളിൽ സംസാരിക്കാൻ ഇവിടെയൊക്കെ ഒന്ന് കിട്ടുമോ ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് നോക്കി. പക്ഷേ അത് കിട്ടിയില്ല അല്ലെങ്കിൽ അത് നടന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. അപ്പോൾ അവനെന്താ പറഞ്ഞത്, ഇനി ഇങ്ങനത്തെ ചാരിറ്റിയും വേറുള്ളതും അതിലൊന്നും കിട്ടൂല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നു. അപ്പോൾ ഓൻ വേണോ തീരുമാനിക്കാൻ. അതിൽ ഇവനോട് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞോ, ഇവിടെ കുട്ടികളോ അതല്ലെങ്കിൽ ആരെങ്കിലും വേറെ ആരെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക സഹായം എന്തെങ്കിലും. അപ്പോൾ ഇവരെന്താ വിചാരിച്ച് ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നാലെ നടന്നതിരിക്കും. അപ്പോൾ എന്തിനായിട്ടാണ് ഇങ്ങനെ ഉള്ള ആളുകളൊക്കെ എന്തായാലും സമൂഹത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പടച്ച തമ്പുരാനെ ഒരുപാട് ആളുകളെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത് കേട്ടോ.
നമുക്ക് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും അത് തന്നെയാണ്. എന്തായാലും ഒരുപാട് ആളുകൾ ഇതേപോലെ എന്താ എങ്ങനെയാ പറയാന്ന് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ അതൊന്ന് നമ്മളായിട്ട് നിന്ന ഒരാളും നമ്മളെ വലിച്ചു കീറാൻ വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയത്. പല കുറുക്കു വഴികളും അതല്ലെങ്കിൽ പല വാഗ്ദാനങ്ങൾ തരാനും ഇരിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ വന്നതിന് ശേഷം ഇഷ്ടം പോലെ ആൾക്കാർ കല്യാണം കഴിക്കാനും അതല്ലെങ്കിൽ നമ്പർ ചോദിക്കാനും വേറെല്ലേനും ഈ നമ്പർ ചോദിക്കലും വേറെല്ലൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഒരുപാട് കേട്ടതും കണ്ടതും ഇരുന്നതും അതിന് പറ്റിയവർക്ക്. ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബിസിനസ് കൊണ്ട് നടക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഒരു ബിസിനസ്സിൽ ഇതാകുമ്പോൾ എന്തായാലും എൻ്റെ നമ്പർ കൊടുക്കാതിരിക്കാനോ വേറെല്ലേനും എനിക്ക്. ആ നമ്പർ കൊടുത്താലും പറ്റുന്ന ആൾക്കാരോട് അതല്ലെങ്കിൽ ഒരു കസ്റ്റമർ അതല്ലെങ്കിൽ നമ്മൾ റിലേറ്റീവ്സ് വേറെയുള്ളവരെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രണ്ട്സ് അവർക്ക് നമ്മൾ നമ്പർ കൊടുത്തു അവർ വിളിക്കുന്നുണ്ടാവും. പല ആവശ്യങ്ങൾക്ക് വിളിക്കും ഇരിക്കും. നമുക്കത് എങ്ങനെ ഏതാന്ന് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് അറിയാം. നമ്മളൊരു സമൂഹത്തേക്ക് വന്നിട്ട് ഒരു ദിവസത്തിനും 2 ദിവസത്തിനും വേണ്ടിയിട്ടല്ല. അപ്പം അതിന്ന് നമുക്ക് പറ്റിയ ആൾക്കാരെ നമ്മളെ നിലനിർത്തിയിട്ട് കൊണ്ടുപോകും. അല്ലാത്തവരെ നമുക്ക് മാറ്റി നിർത്തേണ്ടവരെ നമ്മൾ മാറ്റി ഒഴിവാക്കി നിർത്തുക തന്നെ ചെയ്യും. ആ ഒഴിവാക്കി നിർത്തുന്ന ആളുകളായിരിക്കും നമുക്ക് അല്ലെങ്കിൽ അവർക്ക് തൻ്റേടികളും അവർക്ക് അഹങ്കാരികളും. അല്ലാത്തവരൊന്നും നമ്മളെ കുറിച്ചിട്ട് അപ്പം അല്ലാത്തവരെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് അവരെ കുറിച്ചിട്ട് പറയാനും ഇരിക്കാനും ഉള്ളൂ. അവർക്കും തന്നെ നമ്മളെ കുറിച്ചിട്ട് പറയാനും ഇരിക്കാനേ ഉള്ളൂ. അതൊന്നും നടക്കാത്ത ആളുകൾക്കായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കൂല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് സഹിക്കാനും പൊറുക്കാനും ഒക്കെ പഠിച്ചിട്ട് തന്നെ വേണം കേട്ടോ ഇങ്ങനത്തെ അതൊക്കെ ഇറങ്ങി തിരിക്കണം എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ കുറ്റങ്ങളും കുറവുകളൊന്നും തീർന്നോടുണ്ടാവില്ല. അതിനിപ്പോൾ തീരുമില്ല, അതും വേണം പറയുക. അപ്പോൾ നമുക്ക് ശരിയെന്ന് വെച്ചത് നമ്മൾ ചെയ്യാം. അല്ലാതെ നമ്മളൊരാളെ തിരുത്താനുമില്ല നമ്മളൊരാളെ നന്നാക്കാനുമില്ല. ഓലെന്തായാലും പഠിച്ച പാടിഞ്ഞിപ്പോൾ നമ്മളെടുത്ത് പയറ്റിയിട്ട് ഇതായിട്ടില്ല എന്നുണ്ടെങ്കിലും അവരത് വേറൊരാളെടുത്ത് പയറ്റി നോക്കും. അതുകൊണ്ടായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അവർ ഓരോരോ ഭാഗത്തു കൂടെ. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു വിജയം എന്ന് വെച്ചാൽ അതുണ്ടാവും. പിന്നെ എന്തായാലും ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാവും. സ്വന്തം ഭാര്യമാർ കാണാതെ ആയിരിക്കും മറ്റുള്ളവരോട് വിളിച്ചലും ചാറ്റിങ്ങും വേറുള്ളതും അതല്ലെങ്കിൽ പറയലും ഒരിക്കലൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു അന്ത്യം എന്തായാലും അവർക്കും ഉണ്ടാകും. അപ്പോൾ ആദ്യം സ്വന്തം എല്ലാവരും സ്വയം നേരാവാതാവും. എന്നിട്ട് പിന്നെ മറ്റുള്ളവരെ പഴി ചാരാൻ നിൽക്കുക. ആദ്യം അവനാ നന്നാവണ്ടേ മറ്റൊരാളെ കുറിച്ചിട്ട് പറയണമെങ്കിലും ഇരിക്കണമെങ്കിലും എന്നറിയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് വീഡിയോ എന്താ ഇടാത്ത എന്താ ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോസ് ഒരുപാട് അധികമായിട്ടോ. അപ്പോൾ മാഷാ അല്ലാ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതിലൊരുപാട് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഒരുപാട് പേര് ഹോം ടൂർ ചെയ്യുകയും ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ കുഞ്ഞിയ വീടും കാര്യങ്ങളൊക്കെ എന്നാലും ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് ചെയ്യാം. പിന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറേ പണികളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. മൊത്തത്തിലാകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനിരിക്കാനും ഉള്ള ഇതുകൾ വെച്ചിട്ട് വെച്ചിട്ട് ഇരിക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ടൂറ് പോയ ആൾ എത്തിയിട്ടുണ്ട്. ഒക്കെ ചുമയും പനിയും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് ഇപ്പോൾ തിരിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എൻ്റെ മക്കളെയും ഉൾപ്പെടുത്തുക. ആർക്കൊന്നും ചെയ്തു തരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുറ്റം പറയാതിരിക്കുക. ഇപ്പോൾ കുറ്റം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടും നമ്മൾ തോൽക്കൂല. പടച്ചോനെ പറയലില്ല എപ്പോഴും പടപ്പുകൾ തോൽപ്പിച്ചാലും പടച്ചോൻ തോൽപ്പിക്കാതിരുന്നാൽ മതിയെന്ന്. അപ്പോൾ ആ പടച്ചമുള്ളിടത്തോളം കാലം നമുക്ക് എന്താണോ നമ്മൾ ഓരിയിൽ കണക്കാക്കിക്കണെച്ചെങ്കിൽ അതേപോലെയൊക്കെ വരും. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.